പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടോ, ഞാൻ ആയിരുന്നല്ലോ ഔട്ട് ആകേണ്ടത്, രേണുസുതി ആയിരുന്നില്ലേ എന്നൊരു തോന്നൽ? രേണുസുതി ആയിരുന്നല്ലോ എന്ന് തോന്നിയിട്ടില്ല, ഞാനായിരുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്നേക്കാൾ കുറവ് പെർഫോമൻസും നമ്മൾ തന്നെ വിലയിരുത്തുമല്ലോ 19 പേര്. അപ്പൊ ഇവരെന്ത് ചെയ്തു നമ്മൾ തന്നെ കണക്കൂട്ടുക, ചിലപ്പോൾ ഇപ്രാവശ്യം ഇവരായിരിക്കും, ചിലപ്പോൾ ഇപ്രാവശ്യം ഇവരായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മളീ പറയുന്നത് പോലെ പുറത്ത് നമ്മളിപ്പോൾ പൊതുവേ പറയും PR വർക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ തമ്മാമിലൊക്കെ പറയും, ചേച്ചി എല്ലാം അവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞു അതെന്താ PR എന്ന് കേട്ടില്ല? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. PR വർക്ക് എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. PR വർക്കില്ലാതെ ബിഗ് ബോസിൽ വരാൻ കാണിച്ച നിങ്ങളുടെ തൊലിക്കട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു, നിങ്ങളെ PR വർക്കാരാ? എൻ്റെ ഭർത്താവ് എൻ്റെ മോൻ എത്രാം ക്ലാസ്സിൽ? 7ാം ക്ലാസ്സിൽ. അടിപൊളി. കാരണം ഞാൻ ആലോചിച്ച കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു PR വർക്ക് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഏൽപ്പിക്കാതെ തന്നെ നമുക്കൊരു PR വർക്ക് ഉണ്ടാവും. പക്ഷേ അവർ ചെയ്യണമെങ്കിൽ നമ്മുടെ പെർഫോമൻസ് കണ്ടാൽ മാത്രമല്ലേ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഞാനത് വരിക്കുന്നത്. അപ്പം ഇവർക്ക് ഒരു കാര്യമുണ്ട്, നമ്മുടെ ബിഗ് ബോസിന് എന്താണോ വേണ്ടത് ആ കണ്ടന്റ് മാത്രമേ അവർ വെളിയിൽ കൊടുക്കുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് ഞാൻ ഭയങ്കര ഇതാണ്, അതൊന്നും അവർ കൊടുക്കില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് തമ്മാമിൽ തോന്നിയിട്ടുണ്ട്, ഈ വോട്ടും കാര്യങ്ങളും ഒന്നും അല്ലാതെ നമുക്കറിയാലോ, ഇപ്പൊ ഞാൻ അവിടെ എന്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന് പുറത്ത് വന്നില്ലെങ്കിലും അവിടെ ഉള്ള 19 പേർക്ക് അറിയാം. അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്, ഇന്നാളായിരിക്കും ഇപ്രാവശ്യം പോവാ, ഇന്നാളായിരിക്കും ഇപ്രാവശ്യം പോവാ. പിന്നെ ചേച്ചിന്റെ കാര്യത്തിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ചേച്ചിന് എന്താ ഇനി ഇവിടെ ഒരു 10 ദിവസം കൂടെ ഞങ്ങൾക്ക് അവിടെ ഫുഡില്ല, ഡ്രസ്സില്ല. ഇതൊക്കെ ചെയ്താലും ചേച്ചി ഭയങ്കരമായിട്ടൊരു പ്രൊവോക്ക് ചേച്ചിൻ്റെ അടുത്ത് നിന്ന് ഇവർക്ക് ഒരു എക്സ്ക്ലൂസീവ് സാധനം ഇവർക്ക് ജന്മത്ത് കൊടുക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ ചേച്ചി ആയിരിക്കും. അല്ലാതെ അവിടെ ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്.